എസ് വിജയകുമാർ ഏറ്റവും പൊതുയോഗം ചേരുന്നത്. വിജയകുമാർ, ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള പരാമർശമില്ലാതിരിക്കൽ, കരുണാനിധി ഉമ്മൻചാണ്ടിയെ പരാമർശിക്കൽ നേരത്തെ എന്തുകൊണ്ട് എതിർത്തു എന്നുള്ളതിനൊരു പരോക്ഷ ന്യായീകരണം മുഖ്യമന്ത്രിയുടെ വക. എം വിൻസെന്റ് ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അതിർത്തിയും വിയോജിപ്പും തുറന്നു പറയൽ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വേദിയിലെ രാഷ്ട്രീയ പ്രതികരണങ്ങൾക്കപ്പുറം വരും മണിക്കൂറുകൾ കൂടി രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കമിടാവുന്ന ചില പ്രതികരണങ്ങൾ കൂടി കണ്ടു ഇന്നവിടെ. വിജയകുമാർ. ഹാഷ്മി, തീർച്ചയായും അതുതന്നെയാണ്. നമ്മൾ ഒരു വലിയ വികസന പദ്ധതിയുടെ വളരെ അതിന്റെ തുടക്കത്തിലെ ഒരു നിർണായക ദിവസമായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന്. വിഴിഞ്ഞം തുറമുഖം ഒരു നാഴികക്കല്ല് പിന്നിടുന്ന ദിവസം. ആ പ്രൗഢിയും ഗാംഭീര്യവും ഒക്കെ വേദിയിലും സദസ്സിലും ഒക്കെ ഉണ്ടായിരുന്നു. ഉറപ്പായും നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിലെ വലിയ വികസന പദ്ധതികൾ എക്കാലത്തും രാഷ്ട്രീയ ചർച്ചകൾക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് നമ്മൾ വേദിയിൽ ഇന്ന് കേട്ടതും. ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് എന്നതിനെ ചൊല്ലി പുറത്ത് നടക്കുന്ന ചർച്ച യഥാർത്ഥത്തിൽ ഇന്ന് ഈ ട്രയൽ റണ്ണിന് തുടക്കം കുറിക്കുന്ന വേദിയിലും പ്രതിഫലിച്ചു. ഇതാദ്യം സംസാരിച്ചു തുടങ്ങിയ തുറമുഖ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ തുടങ്ങി. അദ്ദേഹം ഏത് സാഹചര്യത്തിലായിരുന്നു LDFന്റെ കാലത്ത് ഇക്കാര്യത്തിൽ സമരം നടന്നത്, LDF ഈ വിഷയത്തിൽ സമരം നടത്തിയത്, UDFന്റെ കരാറിനോടുണ്ടായിരുന്ന വിയോജിപ്പ്, അത്തരം കാര്യങ്ങളെപ്പറ്റി പരോക്ഷമായി പരാമർശിച്ച് ഒരു വിമർശന വിധേയമാക്കി കടന്നുപോയി. ഒരു വഴിയൊരുക്കലാണ് അദ്ദേഹം ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ അക്കാര്യം അത് കുറെ കൂടി ഊന്നി പറയുകയും ചെയ്തു. ഈ ഒരു ചൈനീസ് കമ്പനി ഇതിൽ ഇടം പിടിച്ചതിന്റെ പേരിൽ, കൺസോർഷ്യത്തിൽ ഇടം പിടിച്ചതിന്റെ പേരിൽ പദ്ധതിക്കുള്ള അനുമതി റദ്ദാക്കപ്പെട്ട മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്തെ പറ്റിയും ഇതിനിടയിൽ പരാമർശമുണ്ടായി. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ വലിയ പിന്തുണ പലപ്പോഴും ഇതിനുണ്ടായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞപ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായ ഇടപെടലുകളെ പറ്റി പേരെടുത്തു പറഞ്ഞൊരു പരാമർശം ഉണ്ടായില്ല എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന ചർച്ചകളിൽ ആ പേര് എങ്ങനെ ഇവിടെ പരാമർശിക്കുമെന്നതിനെ പറ്റിയുള്ള എന്നതായിരുന്നു ഒരു കൗതുകമായി വന്നത്. പക്ഷേ ആ പേര് അദ്ദേഹം ഇവിടെ പരാമർശിച്ചില്ല എന്നത് ശ്രദ്ധേയമായി. പക്ഷേ കരൺ അദാനി, ഈ അദാനി പോർട്ടിന്റെ ഡയറക്ടറായ കരൺ അദാനി ഉമ്മൻചാണ്ടിയെ സ്മരിച്ചു എന്നതും മറ്റൊരു കൗതുകമായിരുന്നു. അദ്ദേഹം ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇതിൽ പങ്കാളികളായവരുടെ പേര് പറഞ്ഞ കൂട്ടത്തിലാണ്. ചുരുക്കം ചില പേരുകളെ പരാമർശിച്ചുള്ള അതിൽ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശ വിഷയമാവുകയും ചെയ്തു. പിന്നീട് എം വിൻസെന്റ് MLA, അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കുമോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ UDF ഒരു ബഹിഷ്കരണ ആഹ്വാനമൊന്നും നൽകാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഈ ചടങ്ങിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമാവുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് കൂടി ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നുവെങ്കിൽ അത് കുറെ കൂടി ഗംഭീരമാകുമായിരുന്നു എന്നാണ് എം വിൻസെന്റ് പറഞ്ഞത്. കാരണം ഇത് സർക്കാരുകൾ എന്നത് തുടർച്ചയാണ്. ഒരു സർക്കാർ ചെയ്യുന്നത് അടുത്ത സർക്കാർ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നു. അതുപോലെ ഗവൺമെന്റ് എന്ന തുടർച്ചയാണ്. അതുകൊണ്ട് ആ തുടർച്ച ഇവിടെയും ഉണ്ടാകേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹവും ഉമ്മൻചാണ്ടി വിഴിഞ്ഞ പദ്ധതി നടപ്പാക്കാൻ നടത്തിയ ഇടപെടലുകളെ പറ്റിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ, ഹ്രസ്വമായ പ്രസംഗത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. എന്തായാലും സംഭവബഹുലമായിരുന്നു. കേരളത്തിൽ കാത്തിരിക്കുന്ന ഒരു വലിയ വികസന പദ്ധതി അതിന്റെ നിർണായക ചുവട് വെക്കുന്ന ദിവസവും രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് ആ വേദിയും സമ്പന്നമായിരുന്നു. നേതാക്കളുടെ പരാമർശങ്ങളിലൊക്കെ അത് നിഴലിച്ചു നിറഞ്ഞു നിന്നിരുന്നു. എസ് വിജയകുമാറാണ് വിഴിഞ്ഞത്ത് വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ.